അടുത്ത ദിവസം തന്നെ വിച്ചുവും ഭദ്രയും മിത്രയുടെ വീട്ടിലേക്ക് പോയി. എല്ലും തോലുമായി മുന്നിൽ നിൽക്കുന്ന മിത്രയെ കണ്ട് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരെ കണ്ടതും അവൾ നിർവികാരമായി അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്തിനാ വന്നത്? അവൾ ചോദിച്ചു. മിത്രേ, ഭദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. എന്നോട് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല മിത്രേ. ശിവേട്ടൻ വിളിച്ചിട്ട് നീ ഫോണും എടുത്തിരുന്നില്ലല്ലോ. ഞാൻ കരുതി. എന്നോട് പൊറുക്കടി. ഭദ്ര അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് മാപ്പ് പറയും പോലെ തേങ്ങലോടെ പറഞ്ഞു. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഇനി ഒരിക്കലും എന്നെ കാണാൻ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. എനിക്കിഷ്ടമല്ല. ഇറങ്ങിപ്പോയിടുന്ന് അവൾ ഇടർച്ചയോടെ പറഞ്ഞു. വിച്ചു അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ തലയിലൊന്ന് തലോടി. മിത്രയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും അവൾ ഗൗരവത്തോടെ അവനെ നോക്കി. അവർ കണ്ണുനീരോടെ പടിയിറങ്ങുന്നത് അവൾ നിറഞ്ഞ കണ്ണാലെ കണ്ടു. അവർ ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ടതും അവൾ വാതിലടച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഈ 1.5 മാസം കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ബിസിനസ് നോക്കുക എന്ന വ്യാജേന അവരെല്ലാവരും ചേർന്ന് ഗോവിന്ദൻ്റെ ബിസിനസ്സെല്ലാം കൈയടക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദനെ കാണാൻ അവർ വരുമ്പോൾ മിത്ര അവിടെ നിന്നും മാറിക്കൊടുക്കുമായിരുന്നു. അവളെ അടുക്കളയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വിടാറായിരുന്നു പതിവ്. അവർ എന്തൊക്കെയോ പേപ്പർ കൊണ്ട് ഗോവിന്ദൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൾ ഒരിക്കൽ കണ്ടിരുന്നു. പക്ഷേ അച്ഛയുടെ തമ്പിമൃഷം വാങ്ങി ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം അവർ കൈക്കലാക്കിയെന്ന് പിന്നീടാണ് അറിഞ്ഞത്. എന്നിൽ നിന്നും ഒരു ബ്ലാങ്ക് പേപ്പറിലും മറ്റെന്തോ പറഞ്ഞ് ഇടയ്ക്ക് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യങ്ങളെല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലായിരുന്നു. ഈ വീട് പോലും അവരുടെ കയ്യിലാണെന്നാണ് അറിഞ്ഞത്. ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഇനി അങ്ങോട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയാവും, അവൾ ചിന്തിച്ചു. സത്യങ്ങൾ അറിഞ്ഞ ശേഷം ചെറിയച്ഛന്മാരോട് അവൾ ദേഷ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർക്കാർക്കും ഒരു കൂസലുമില്ലായിരുന്നു. വല്ലാതെ ചലച്ച അകത്ത് ചാകാറെ കിടക്കുന്ന അയാളെ ഞങ്ങൾ അങ്ങോട്ട് തീർക്കും, കൂടെ നിന്റെ മറ്റവനെയും. അതുകൊണ്ട് ഒന്നും ആരും അറിയരുത്, അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഗിരീഷ് ഒരിക്കൽ പറഞ്ഞു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അയാളെ നോക്കി. ഭദ്ര മിത്രയെ വീണ്ടും വിളിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും മിത്ര ഫോൺ കോൾ എടുത്തിരുന്നില്ല. മാപ്പ് പറഞ്ഞതില്ലേ ഞാൻ, എന്നിട്ട് എന്നോട് അവൾ ക്ഷമിച്ചില്ലല്ലോ. അതാണ് അവൾ ചിന്തിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭദ്രയുടെ അമ്മ വന്നിരുന്നു വിച്ചുവിൻ്റെ വീട്ടിലേക്ക്. മിത്ര അവിടെ നിന്നും താമസം മാറിയെന്നും കാരണം എന്താണെന്ന് അറിയില്ല എന്നും ഭദ്രയുടെ അമ്മയുടെ നാവിൽ നിന്നുമാണ് ശിവ അറിഞ്ഞത്. ഇപ്പോൾ അവർ ഒരു വാടക വീട്ടിലാണ് താമസമെന്നും മിത്ര ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേൾ ആണെന്നും എല്ലാം കേട്ട് ശിവ തകർന്നു പോയിരുന്നു. ഇല്ല, ഇനിയും സമ്മതിക്കില്ല ഞാൻ അവളെ ഒറ്റയ്ക്ക് ഇങ്ങനെ അനുഭവിക്കാൻ, ശിവ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ വേദനയോടെ വയറിൽ കൈ അമർത്തി. ശിവേട്ടാ, ഭദ്ര പെട്ടെന്ന് അവനെ താങ്ങിപ്പിടിച്ചു. ശിവേട്ടൻ്റെ നേരെ മാറിയിട്ടില്ല, ഭദ്ര പേടിയോടെ അവനോട് പറഞ്ഞു. ഇല്ല, എനിക്കെൻ്റെ മോളെ കാണണം, അവൻ പറഞ്ഞുകൊണ്ട് വേദന പൂർണ്ണമായി മാറുന്നതിന് മുന്നേ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. അന്ന് വൈകുന്നേരം മിത്ര ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഒരു സാരിയാണ് അവളുടെ വേഷം. ഇടുങ്ങിയ ഒരു റോഡിലൂടെ അവർ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു. അവൾ മുന്നോട്ടൊന്ന് നോക്കി. ഒരു ചെറിയ വീടാണ്. വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ അച്ഛയെ നോക്കാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മാസം ശമ്പളം കൊടുക്കണം. എങ്കിലും വേണ്ടിയില്ല, അച്ഛയെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമേ അവൾ ചിന്തിച്ചിരുന്നുള്ളൂ. രമേച്ചി, അച്ഛ ഉറക്കാണോ? ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. എന്നാൽ ഹാളിൽ സോഫയിലിരിക്കുന്ന ശിവയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു. 1.5 മാസത്തിന് ശേഷം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ശിവയിലും അവളെ കണ്ട ഞെട്ടലായിരുന്നു. ആകെ എല്ലും തോലുമായിരിക്കുന്ന ഒരു രൂപം. ഇത് തൻ്റെ സ്ത്രീ തന്നെയാണോ എന്ന് പോലും അവന് സംശയം തോന്നിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണുകൾ തുടച്ച് അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പെട്ടെന്ന് ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. മിത്ര നിറഞ്ഞ കണ്ണോടെ അവനെ തുറിച്ചു നോക്കി. ശ്രീ, മോളെ, എന്തൊക്കെയത്? നിങ്ങളെന്താ വാടക വീട്ടിൽ? ദത്തേട്ടനൊന്നും അറിഞ്ഞിരുന്നില്ല പൊന്ന. നീ ഞാൻ വിളിച്ചിട്ട് എടുത്തതുമില്ലല്ലോ. എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല മോളെ, അവൻ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. അവൾക്ക് അവളുടെ ചെറിയച്ഛന്മാരുടെ മുഖം മനസ്സിലേക്ക് വന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. ഞാൻ നിങ്ങളുടെ സ്ത്രീയല്ല, നിങ്ങളുടെ സ്ത്രീ മരിച്ചു. എനിക്ക് നിങ്ങളെ അറിയില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ സ്ത്രീ പറയുന്നത്? അവൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. എനിക്കൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നത്?
അവൾ വിങ്ങലോടെ ചോദിച്ചു. അവനവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. മിത്ര കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. ഒന്നും അറിഞ്ഞില്ല പൊന്ന, കാണാൻ വരാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. എനിക്ക് വയ്യാതെ കിടക്കായിരുന്നില്ലേ? അവൻ കണ്ണ് നിറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവൻ്റെ സംസാരത്തിൽ അവൾക്ക് സങ്കടം തോന്നിയിരുന്നെങ്കിലും അവൾ അവനെ നോക്കി പുച്ഛിച്ചു. തനിയെ വയ്യാതായതെന്നല്ലല്ലോ ശിവേട്ട? അവൾ ചോദിച്ചു. അവൾ പറഞ്ഞത് കേട്ടതിനേക്കാൾ അവന് വേദന തോന്നിയത് അവളുടെ ശിവേട്ട എന്ന വിളിയാണ്. അവൻ ചുവന്നു കലങ്ങിയ കണ്ണോടെ അവളെ നോക്കി. മോളെ ശ്രീ, അവൻ വിളിച്ചു. വിളിക്കണ്ട അങ്ങനെ. എനിക്ക് എനിക്ക് കാണണ്ട നിങ്ങളെ. ഇനി എൻ്റെ മുന്നിൽ വരരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, അറപ്പാണ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ശിവ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. മിത്ര ചലിക്കാൻ മറന്ന് അങ്ങനെ തന്നെ നിന്നുപോയി. അവളുടെ നെറ്റിയിലൂടെ അവൻ്റെ കണ്ണുനീർ ഒഴുകുന്നത് അവൾ അറിഞ്ഞു. ഐ ലവ് യു ശ്രീ, അവൻ ഇടർച്ചയോടെ പറഞ്ഞു. അവൾക്ക് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തോന്നി. അവൾ പെട്ടെന്ന് അവനെ തട്ടിമാറ്റി പുറത്തേക്ക് വിരൽ ചൂണ്ടി. അവൻ സങ്കടത്തോടെ അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ അവനു മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ പതിവ് പോലെ മിത്ര ടെക്സ്റ്റൈൽസിലേക്ക് പോയി. വൈകുന്നേരം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലായി ഒതുക്കിയ ബുള്ളറ്റും അതിനടുത്തായി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ശിവയെയും കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തന്നെ കണ്ടുവെന്ന് മനസ്സിലായതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ മുന്നിലൂടെയാണ് അവൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ടത്. മിത്രയുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. അവൾ പെട്ടെന്ന് തല താഴ്ത്തിക്കൊണ്ട് അവന് മുന്നിലൂടെ നടന്നു. അവനെ മറികടന്ന് പോകുന്നതിനു മുൻപ് അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു. മിത്രയുടെ ശരീരം വിറച്ചു. കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് കണ്ണിറുക്കി അടച്ചു തുറന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് ചിരിയാണ്. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവളെ കുറുമ്പോടെ നോക്കി. അവൾ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. ശ്രീ, അവൻ അവൾക്കൊപ്പം നടന്നുകൊണ്ട് അവളെ വിളിച്ചു. അവൾ അവനെ തുറിച്ചു നോക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ നിങ്ങളുടെ ശ്രീയല്ല. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്ത് പോകുമെന്ന്. അവൾ അവന് നേരെ കൈകൂപ്പി. അവളുടെ സംസാരം കേട്ട് അവന് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ മുഖം രണ്ടു കൈയിലുമായി കോരിയെടുത്തു. അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്രീ, എന്തിനാ പൊന്ന എന്നെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? സോറിടി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞത് അങ്ങനെയൊക്കെ. നീ ക്ഷമിക്കേ, അവൻ യാചനയോടെ അവളോട് പറഞ്ഞു. ഇത്തവണ അവളെ ചതിച്ചുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തു ചാടിയിരുന്നു. കരയല്ലേ ശ്രീ, എനിക്കറിയാം എന്നോട് നീ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന്. നിങ്ങൾ വീട് മാറി ഇങ്ങനൊരു കുഞ്ഞു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും കാരണം കാണും. എന്താണെങ്കിലും എന്നോട് പറയൂ ശ്രീ, നിന്റെ ദത്തേട്ടനുണ്ട് എന്തിനും നിന്റെ ഒപ്പം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ശ്രീ, എന്തേലും ഒന്ന് പറയടാ. ദത്തേട്ടൻ മോൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എൻ്റെ ആ പണിയെല്ലാം നിർത്തി. ഇനി ആരെയും വെട്ടാനും കുത്താനും ഒന്നും ഞാൻ പോവില്ല, സത്യം. അവൻ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവളിൽ നിന്നും ഒരു മറുപടിയും കേൾക്കാതിരിക്കും തോറും അവനിൽ ഭയം നിറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ അവൾ എന്നേക്കായി വേണ്ടാന്ന് വെക്കുമോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആദിയോടെ നോക്കി. ശ്രീ, എന്താ ഒന്നും മിണ്ടാത്തത്? സത്യമായിട്ടും ഞാൻ ആ പണി നിർത്തി ശ്രീ. നമുക്ക് വിവാഹം കഴിക്കാം. അച്ഛനെ നിന്നെ ഞാൻ നോക്കിക്കോളാം ശ്രീ, അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി ചിമ്മി തുറന്നുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ മുഖത്തു നിന്നും എടുത്തു മാറ്റി. ശ്രീ, അവൻ ഇടർച്ചയോടെ വിളിച്ചു. അവൾ ഒന്നും പറയാതെ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. ശ്രീ, എന്നെ ഇട്ടിട്ട് പോവല്ലേടി. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല പൊന്ന, അവൻ അവൾക്കൊപ്പം ഓടി വന്നുകൊണ്ട് പറഞ്ഞു. ആ സമയം അവൻ അവളുടെ ദത്തേട്ടൻ മാത്രമായിരുന്നു. അവളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവളുടെ മാത്രം ദത്തേട്ടൻ. അവൻ്റെ വയറിൽ കുത്തുകൊണ്ട ഭാഗം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വേദനയെപ്പോലും വകവയ്ക്കാതെ അവൻ അവളോട് കെഞ്ചിക്കൊണ്ടിരുന്നു. ശ്രീ, അവൻ ഒരു കൈ വയറിൽ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ വീണ്ടും തിരിച്ചു നിർത്തി. വിടിശിവേട്ട ഒന്ന്, അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു. അവൻ ദയനീയമായി അവളെ നോക്കി. മിത്ര പെട്ടെന്ന് ചുറ്റുമൊന്ന് നോക്കി. റോഡ് സൈഡാണ്. ചുറ്റും അത്യാവശ്യം ആളുകളുണ്ട്. എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്രീ, അവൻ വീണ്ടും വിളിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ ശിവേട്ട ഈ വിളി? കേട്ട് ഞാൻ മടുത്തു.
ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കിഷ്ടല്ല. അവൾ അവനോട് ശബ്ദം കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവന് ദേഷ്യമാണ് തോന്നിയത്. എന്തുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് ഞാൻ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമില്ലാത്തത്? നീ എൻ്റെ ശ്രീ, ഞാൻ നിന്നെ അങ്ങനെ വിളിക്കൂ, അവൻ വാശിയോടെ പറഞ്ഞു. മിത്ര ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ അത് അവന് തന്നെ ആപത്താണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ചെറിയച്ചന്മാർ ദത്തേട്ടൻ എന്തെങ്കിലും ചെയ്ത് കളയും. വേറെ മാറി താമസിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും എനിക്കറിയാം അവരുടെ കണ്ണുകൾ എപ്പോഴും എന്നിലുണ്ടാവും. അറിയില്ല, എല്ലാം തട്ടിയെടുത്തിട്ടും അവരെന്തുകൊണ്ടാണ് ഞങ്ങളെ വെറുതെ വിടാത്തതെന്ന്. ആരുമില്ലായിരുന്നെങ്കിൽ തനിക്ക് ചുറ്റും എൻ്റെ ദത്തേട്ടനും എൻ്റെ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ മിത്ര ഈ നിമിഷം ദത്തേട്ടന് സ്വന്തമായേനെ. പക്ഷെ അനുവദിക്കില്ല ദത്തേട്ട നമ്മളെ സുഖമായിട്ട് ജീവിക്കാൻ ആരും. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം മാറ്റി സാരിത്തുമ്പ് കൊണ്ട് അവളുടെ മുഖം അമർത്തി തുടച്ചു. ശിവ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ കണ്ണുകൾ തുടച്ച് നേരെ നോക്കിയത് തങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ബൈക്കിലിരിക്കുന്ന ഒരാളെയാണ്. അവളുടെ കണ്ണുകൾ ഭയത്താൽ വികസിച്ചു. ഗണേഷ് ചെറിയച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഇറക്കി വിടാൻ വേണ്ടി വീട്ടിൽ വന്ന ആൾ. അന്ന് തങ്ങളെ ഇറക്കി വിടുന്നതിന് മുന്നേ ഗണേഷ് ചെറിയച്ഛൻ പറഞ്ഞിരുന്നു അയാൾ ഒരു വാടകഗുണ്ടയാണെന്ന്. ഇവിടെയുള്ള ആളല്ല, തമിഴനാണെന്നൊക്കെ. അയാളാണ് അച്ഛയെടുത്ത് കാറിൽ കിടത്തിയത്. താൻ കണ്ണു നിറച്ചുകൊണ്ട് അയാളെ നോക്കി തിരിഞ്ഞു നടക്കുന്നതിന് മുന്നേ ചെറിയച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് നിന്റെ മറ്റവൻ്റെ കൂടെ പോയി പൊറുക്കാന്ന് കരുതണ്ട. അവൻ്റെ കൂടെ കൂടി ഞങ്ങളെ തകർക്കാമെന്നെങ്ങാനും ഉദ്ദേശം ഉണ്ടെങ്കിൽ പൊന്നു മോളെ, ദേ ഇവനുണ്ടല്ലോ നിന്റെ ശിവദത്തനെ പിന്നെ ബാക്കി വെക്കില്ല, അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. മിത്ര ഞെട്ടലോടെ അയാളെ തിരിഞ്ഞു നോക്കി. അവർ രണ്ടുപേരും അവളെ നോക്കി പുച്ഛിച്ചു. നിന്റെ മേലെ എപ്പോഴും ഇവൻ്റെ ഒരു കണ്ണുണ്ടാവും, അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വേണം. ഓർമ്മകളിൽ നിന്നും ഞെട്ടിക്കൊണ്ട് മിത്ര അയാളിൽ നിന്നും കണ്ണു മാറ്റി ശിവയുടെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി. ശ്രീ, അവൻ വിളിച്ചു. എനിക്ക് പോണം, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുമ്പോഴേക്കും അവൻ അവളെ അതിനനുവദിക്കാതെ തിരിച്ചു നിർത്തി അവളെ രണ്ട് കൈകൊണ്ടും ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. മിത്ര ഞെട്ടിപ്പോയി. ശ്രീ, എന്നെ ഇട്ടിട്ട് പോവല്ലേടി. നീ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയാത്തൊരു അനാഥനാണ് ശിവ. ആ ശിവയ്ക്കിന്ന് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. നീ കൂടി എന്നിട്ട് പോയാ ദത്തേട്ടൻ ഇല്ലാണ്ടായി പോവുമോളെ. അവൻ കരഞ്ഞു പോയിരുന്നു. അവൻ്റെ വാക്കുകളിലെ സങ്കടം അറിഞ്ഞ പോലെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൾ പ്രണയത്തോടെ അവൻ്റെ പുറത്തേക്ക് കൈ ചേർക്കാൻ തുടങ്ങിയതും തന്നെ നോക്കി നിന്നിരുന്ന ആ ആൾ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നത് അവൾ കണ്ടു. അവളിൽ ഭയം നിറഞ്ഞു. പെട്ടെന്ന് മിത്ര അവനെ അവളിൽ നിന്നും ഊക്കോടെ തള്ളി മാറ്റിക്കൊണ്ട് അവനൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനു മുന്നേ അവൾ അവൻ്റെ കവിളിൽ വീശി അടിച്ചു കഴിഞ്ഞിരുന്നു. ശിവ കവിളിൽ കൈവച്ച് ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനിൽ പകപ്പായിരുന്നു. ശ്രീ, അവൻ വിശ്വാസം വരാതെ വിളിച്ചു. അപ്പോഴേക്കും അവർക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. എന്താ മോളെ കാര്യം? ഏതവൻ? കുറെ നേരമായാലും മോളെ ശല്യം ചെയ്യുന്നു. പോലീസിനെ വിളിക്കണോ? ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ എല്ലായിടത്തും ഉണ്ട്. ചുറ്റും കൂടി നിന്ന് ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി. ശിവ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനിൽ ദേഷ്യമോ സങ്കടമോ അപമാനമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. മിത്രയും അപ്പോഴാണ് തങ്ങൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നത്. താൻ എന്താണ് ശിവയെ ചെയ്തത് എന്ന ബോധം അവൾക്ക് അപ്പോഴാണ് വന്നത്. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മറ്റാരെയോ നോക്കുന്നത് പോലെ വിശ്വാസം വരാതെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് അവൾക്ക് സങ്കടം തോന്നി. തൊണ്ടക്കുഴിയിൽ നിന്നും ഉയർന്നു വന്ന സങ്കടത്തെ അവൾ അടക്കി നിർത്തി. എന്നെ എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങളോടില്ല. എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഇനി എൻ്റെ ശല്യം ചെയ്യരുത്. കണ്ണ് നിറച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് അവനെ ഒന്നുകൂടി നോക്കി അവൾ മുന്നോട്ട് നടന്നു. അപ്പോഴും ആളുകളുടെ കളിയാക്കലുകൾ കേട്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു നിറ കണ്ണുകളോടെ. തുടരും.